നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ചോതി നക്ഷത്രക്കാരുടെ 2026 ഫെബ്രുവരി മാസഫലമാണ്. ഭാരതീയ ജ്യോതിഷത്തിലെ പഞ്ചാംഗ ഗണിതമനുസരിച്ച് 2026 ഫെബ്രുവരി മാസം ആകാശമണ്ഡലത്തിൽ അസാധാരണമായ ഗ്രഹമാറ്റങ്ങൾക്കും ഊർജ്ജ പ്രവാഹങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നൊരു സമയമാണ്. തുലാം രാശിയിൽ ഉൾപ്പെടുന്ന ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അവരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കും അതോടൊപ്പം തന്നെ ജാഗ്രത പാലിക്കേണ്ട വെല്ലുവിളികൾക്കും വഴിയൊരുക്കുന്നു. വായുതത്വത്തിലുള്ള രാഹു ഭരിക്കുന്ന ചോതി നക്ഷത്രം സ്വാതന്ത്ര്യത്തിൻ്റെയും വേഗതയുടെയും പ്രതീകമാണ്. 2026 തുടക്കത്തിൽ സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളും പ്രത്യേകിച്ച് കുംഭൻ രാശിയിൽ കേന്ദ്രീകരിക്കുന്ന 5 ഗ്രഹങ്ങളുടെ സംയോഗവും ചോതി നക്ഷത്രക്കാരുടെ ചിന്താഗതിയിലും കർമ്മമണ്ഡലത്തിലും പുതിയ ദിശാബോധം നൽകുന്നു. 2026 ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കുന്നതിന് മുമ്പ് ഈ വർഷത്തെ പൊതുവായ ഗ്രഹസ്ഥിതി മനസ്സിലാക്കേണ്ടതുണ്ട്. ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 2026 എന്നത് മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വഴിത്തിരിവാണ്. ഈ വർഷം ശനി, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നീ 5 പ്രധാന ഗ്രഹങ്ങൾ അത്യപൂർവമായ ഒരു സന്തുലിതാവസ്ഥയിൽ വരുന്നു. ഇത് വ്യക്തിപരമായ തലത്തിലും ആഗോളതലത്തിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ പ്രതിഭാസം കുംഭൻ രാശിയിൽ സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ കേന്ദ്രീകരണമാണ്. സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, രാഹു എന്നീ 5 ഗ്രഹങ്ങൾ കുംഭൻ രാശിയിൽ ഒന്നിച്ചു വരുന്നത് ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിലാണ്. 5ാം ഭാവം ബുദ്ധി, സർഗാത്മകത, സന്താനങ്ങൾ, പൂർവ്വ പുണ്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഈ കേന്ദ്രീകരണം ചോതി നക്ഷത്രക്കാരുടെ ചിന്തകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നൊരു സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചോതി അഥവാ സ്വാതി ഈ നക്ഷത്രം അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. രാഹു അധിപനായ ഈ നക്ഷത്രം വായുവിൽ ആടുന്ന ഇളം തളിരിനെ പോലെയാണെന്ന് പറയപ്പെടുന്നു. ഇത് സ്വാതന്ത്ര്യത്തിനായുള്ള അടങ്ങാത്ത ആഗ്രഹത്തെയും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. 2026 ഫെബ്രുവരിയിലെ ഊർജം ഈ നക്ഷത്രങ്ങളുടെ സ്വഭാവത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഈ കാലയളവിൽ ചോതി നക്ഷത്രക്കാർ തങ്ങളുടെ സ്വത്വത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നു. ഈ വർഷം ഫെബ്രുവരി മാസം ചോതി നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖല വളരെ സജീവമായിരിക്കും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ, അതായത് മകരമാസം, ഉദ്യോഗസ്ഥാന കയറ്റവും ശമ്പള വർധനവ് എന്നിവയ്ക്ക് വലിയ സാധ്യതകളാണ് കാണുന്നത്. ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുന്നത് വഴി മേലുദ്യോഗസ്ഥരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ കഴിയും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ജോലി ലഭിക്കാനും ഈ സമയം അനുകൂലമായി കാണുന്നു. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതികൾ വലിയ പിന്തുണയും നൽകുന്നു. വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുന്നത് വിദേശ യാത്രകൾക്കും അവിടെ പുതിയ തൊഴിലവസരങ്ങളും കണ്ടെത്താൻ സഹായമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ചെറിയ രീതിയിലുള്ള കാലതാമസം നേരിടാമെങ്കിലും കഠിനാധ്വാനം തുടരുന്നത് വിജയത്തിലെത്തിക്കും. ഫെബ്രുവരി 23 ശേഷം ചൊവ്വ 5ാം ഭാവത്തിലേക്ക് മാറുന്നത് കർമ്മമണ്ഡലത്തിൽ ചില പ്രതിസന്ധികൾക്കും ഇടയുണ്ടാക്കും. സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക നഷ്ടത്തിനുള്ള സാധ്യത ഉള്ളതിനാൽ പങ്കാളിയുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാനിടയുണ്ട്. ലാഭശതമാനം കുറയുന്നത് കാരണം ചിലർ ബിസിനസ് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കാം. ചുരുക്കത്തിൽ തൊഴിൽ രംഗത്ത് ചോതി നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ നേട്ടങ്ങളുണ്ടാകും. മാസാവസാനത്തോടെ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ മാനസികമായി തയ്യാറെടുക്കേണ്ടതാണ്. സാമ്പത്തികമായി നോക്കിയാൽ 2026 ഫെബ്രുവരി ചോതി നക്ഷത്രക്കാർക്ക് മിശ്രഫലമാണ് ഉള്ളത്. ശനിയുടെ അനുകൂല സ്ഥാനം ദീർഘകാലമായുള്ള ബാങ്ക് ലോണുകളിലും കടബാധ്യതകളും തീർക്കാൻ ഇവരെ സഹായിക്കും. ഇത് സാമ്പത്തികമായ ഒരു പുതിയ തുടക്കത്തിനും വഴിയൊരുക്കും. ധനപരമായ വിഷമതകൾ പരിഹരിക്കപ്പെടും. വരുമാനത്തിൽ വർധനവുണ്ടാകുമെന്നാണ് ചില വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും 5ാം ഭാവത്തിലെ ഗ്രഹ കേന്ദ്രീകരണം ചിലവുകൾ വർദ്ധിപ്പിക്കാനും ഇടയുണ്ട്. പ്രത്യേകിച്ച് സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്കോ വിനോദങ്ങൾക്കോ വേണ്ടി വലിയ തുക ചിലവാക്കേണ്ടി വന്നേക്കാം. ഓഹരി വിപണിയിലോ അല്ലെങ്കിൽ ലോട്ടറിയിലോ ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തുന്നത് ഈ മാസം ഒട്ടും ഉചിതമല്ല. പെട്ടെന്നുള്ള ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന നിക്ഷേപങ്ങൾ വലിയ നഷ്ടത്തിൽ കലാശിക്കാനും ഇടയുണ്ടാകും. സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ അനുകൂലമായ വിധി ലഭിക്കാനും ഈ സമയം സഹായിക്കും. പിതൃതുല്യമായ സ്വത്തുക്കൾ ലഭിക്കാനോ കുടുംബത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാനോ ഉള്ള യോഗം ഫെബ്രുവരി 23 വരെ കാണുന്നുണ്ട്. ഭൂമി വാങ്ങാനോ ഗൃഹനിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം ജൂൺ മാസത്തിന് മുൻപായി അത് പൂർത്തിയാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു വലിയ പങ്ക് ഫെബ്രുവരി മാസത്തിൽ തന്നെ നടപ്പാക്കാനും ഇടയുണ്ടാകും. കുടുംബജീവിതത്തിൽ ചോതി നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ പല അനുഭവങ്ങളും ഫെബ്രുവരി മാസത്തിലുണ്ടാകും. കുടുംബത്തിലൊരു പുതിയ അംഗത്തിന് ജനനം വലിയ സന്തോഷത്തിന് കാരണമാകും. ദമ്പതികൾക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. ഭാര്യയുടെ സഹകരണങ്ങൾ ഭർത്താവിന് വലിയ ആശ്വാസം നൽകും. എന്നാൽ ശുക്രൻ രാഹുവിനോടും സൂര്യനോടും ചേർന്ന് നിൽക്കുന്നത് പ്രണയബന്ധങ്ങൾ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അനാവശ്യമായ സംശയങ്ങളും തെറ്റിദ്ധാരണകളും ബന്ധങ്ങൾ വിള്ളലുകൾ വരുത്താം. അവിവാഹിതർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ആഡംബരങ്ങളോടും വിനോദങ്ങളോടുമുള്ള താല്പര്യം വർദ്ധിക്കുന്നത് വഴി കുടുംബത്തിൽ ചില തർക്കങ്ങളും ഉണ്ടാകും.
ഫെബ്രുവരി മാസത്തിൽ ചോതി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ത്രീജനങ്ങളുമായുള്ള ഇടപെടലുകളാണ്. സ്ത്രീകളുമായുള്ള തർക്കങ്ങൾ കാരണം അപമാനമോ മാനഹാനിയോ നേരിടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ജോലിസ്ഥലത്തോ സാമൂഹ്യ ഇടങ്ങളിലോ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ വളരെയധികം വിവേകം കാണിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. മാതാവിനോ പിതാവിനോ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് മാനസിക സമാധാനം നശിപ്പിക്കാനിടയാകും. ആരോഗ്യപരമായി നോക്കിയാൽ ചോതി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം അല്പം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. കഠിനമായ ജോലിഭാരം, മാനസിക സമ്മർദ്ദം കാരണവും ആരോഗ്യക്ഷയം അനുഭവപ്പെടാം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഇവയൊക്കെ അലട്ടാനും ഭക്ഷണത്തിലും ഉറക്കത്തിലും സമയത്തിലും കൃത്യമായ അച്ചടക്കം പാലിക്കുന്നത് ഇവയൊക്കെ മറികടക്കാനും അല്ലെങ്കിൽ ഊർജ്ജസ്വലത നിർത്താനും സഹായിക്കും. മാനസികമായി വലിയ പിരിമുറുക്ക് അനുഭവപ്പെടുന്ന ഒരു മാസമാണ്. 5ാം ഭാവത്തിൽ രാഹുവിൻ്റെ സ്വാധീനം കാരണം അനാവശ്യമായ ആകുലതകളും ഭയവും തോന്നാം. ഏകാന്തത ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ എല്ലാവരിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രവണത ഉണ്ടാകാം. ഇതൊഴിവാക്കാൻ മെഡിറ്റേഷൻ, യോഗ തുടങ്ങിയ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ചിലർക്ക് കാലുകൾക്കോ പാദങ്ങൾക്കോ പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. യാത്ര ചെയ്യുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും ജാഗ്രത പാലിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 ഫെബ്രുവരി വളരെ മികച്ച മാസമാണ്. ബുധൻ കുംഭൻ രാശിയിൽ നിൽക്കുന്നത് ബുദ്ധിശക്തിയും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കും. ഉപരിപഠനത്തിന് പ്രവേശനം ആഗ്രഹിക്കുന്നവർ തങ്ങൾ ആഗ്രഹിച്ച വിഷയം തന്നെ ലഭിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല വിജയം സമ്മാനിക്കും. സർഗാത്മക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കലാകാരന്മാർ, എഴുത്തുകാർ ഈ സമയം വളരെ അനുകൂലമായി കാണുന്നുണ്ട്. പുതിയ ആശയങ്ങൾ ഉദിക്കാനും അവ വിജയകരമായി നടപ്പിലാക്കാനും സാധിക്കും. എന്നാൽ ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിലും കലയിലും കൃത്യമായ ഷെഡ്യൂൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി മാസത്തിൽ അതിനായുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സാധിക്കും. ഫെബ്രുവരി 17 കുംഭൻ രാശിയിൽ സംഭവിക്കുന്ന വലിയ സൂര്യഗ്രഹണം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. ഈ ഗ്രഹണം ചോതി നക്ഷത്രക്കാരുടെ 5ാം ഭാവത്തിലാണ് സംഭവിക്കുന്നത്. സൂര്യനും രാഹുവും കുംഭത്തിലും ഒരുമിച്ച് വരുന്നത് നിഴൽ ഗ്രഹങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ഇത് ചോതി നക്ഷത്രക്കാരുടെ ചിന്താഗതിയിൽ വലിയ ശുദ്ധീകരണം നടത്താൻ കാരണമാകും. ഗ്രഹണ സമയത്തും അതിനുശേഷമുള്ള കുറച്ച് ദിവസങ്ങളിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. ഈ കാലയളവ് പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കാനും പുതിയ വ്യക്തിത്വത്തിലേക്ക് മാറാനുമുള്ള അവസരമായി കാണുക. ഗ്രഹണശേഷം ജീവിതത്തിൽ പുതിയൊരു ഊർജ്ജം അനുഭവപ്പെടുകയും തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും. ഈ സമയം മന്ത്രജപങ്ങൾ നടത്തുന്നതും ധ്യാനിക്കുന്നതും ഗ്രഹണത്തിൻ്റെ നെഗറ്റീവ് സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കും. ജ്യോതിശാസ്ത്രപരമായി ഈ ഗ്രഹണം ഒരു അപൂർവ പ്രതിഭാസമാണ്. ആകാശമണ്ഡലത്തിലെ ഗ്രഹങ്ങളുടെ ഈ സംഗമം നമ്മളുടെ ബോധമണ്ഡലത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ചോതി നക്ഷത്രക്കാർക്ക് ഇത് ആത്മീയമായ ഉണർവിന് കാരണമാകും. ചോതി നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ നീങ്ങാൻ ദേവീക്ഷേത്രത്തിൽ മുട്ടറക്കൾ വഴിപാട് നടത്തുന്നത് വളരെ ഗുണകരമാണ്. ശത്രുദോഷം മാറാനും കാര്യവിജയത്തിനും സഹായിക്കും. ചോതി നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹു ആയതിനാൽ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് മാനസികമായ ആകുലതകൾ കുറയ്ക്കാൻ സഹായിക്കും. നൂറും പാലും അല്ലെങ്കിൽ സർപ്പദോഷ പരിഹാരങ്ങൾ നടത്തുന്നത് നല്ലതാണ്. വിഘ്നങ്ങൾ മാറാനും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനും ഗണപതി ഹോമം നടത്തുക. ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാജനം തെളിയിക്കുന്നത് ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും തിങ്കളാഴ്ചകളിൽ ശിവന് ധാര നടത്തുന്നത് മാനസിക സമാധാനം നൽകും.